വലിയ പെരുന്നാളിൻ്റെ തക്ബീർ, അത് ഒരു തക്ബീർ എപ്പോഴാണ് തുടങ്ങുന്നത്? മിൻ സുബിഹി യൗമി അറഫത്ത ഇലങ്കില്ലാഹി സലാത്തുൽ അസ്ർ മിൻ അയ്യാമി തശ്രീഖ്. അറഫൻ്റെ സുബിഹ് നിസ്കാരം മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അസ്ർ ഉൾപ്പെടെയുള്ള എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും, ഫർദ് നിസ്കാരമായാലും ശരി, സുന്നത്ത് നിസ്കാരമായാലും ശരി, മയ്യിത്ത് നിസ്കാരമായാലും ശരി, ആ നിസ്കാരത്തിൻ്റെ ഉടനെ നിസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾക്ക് മുമ്പായിട്ട് ചെല്ലുന്ന തക്ബീർ, അതൊരു തക്ബീറാണ്, മുഖയ്യദായ തക്ബീർ. അത് തുടങ്ങുന്നത് അറഫ സുബഹി മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അവസാനത്തെ അസ്ർ ഉൾപ്പെടെയുള്ള നിസ്കാരങ്ങൾക്ക് ശേഷം, അത് ഒരു തക്ബീറാണ്. മറ്റൊരു തക്ബീറുണ്ട് ലൈലത്തുൽ ഈദിൽ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ രാത്രി. ഇപ്പം നാളെയാണ് കേരളത്തിൽ. നാളെ മഗ്രിബ് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് ഇമാമ് കൈകെട്ടുന്നത് വരെയുള്ള തക്ബീർ, അത് ഏത് സമയത്തും സുന്നത്താണ്. അത് നിസ്കാരത്തിന് ശേഷം എന്നല്ല, നിസ്കാരത്തിന് ശേഷം ചെല്ലുകയാണെങ്കിൽ അത് നിസ്കാരത്തിന് ശേഷം തക്ബീർ ചെല്ലാൻ വേറെ തക്ബീർ ഉണ്ടല്ലോ. അതുകൊണ്ട് അത് ഈ പെരുന്നാളിന് അത് ബാധകമാവില്ല. നിസ്കാരത്തിന് ശേഷമുള്ള തക്ബീർ മുഖയ്യദായ തക്ബീറാണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത് ഏത് സമയത്തായാലും നടക്കില്ല. നിസ്കാരത്തിന് ശേഷം നിസ്കാരത്തിൻ്റെ ദുആയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ചെല്ലുക. ഇത് ഏത് സമയത്തും, അത് നാളെ രാത്രി, നാളെ മഗ്രിബ് മുതൽ ഇമാമ് പെരുന്നാൾ നിസ്കാരത്തിന് കൈകെട്ടുന്നത് വരെയുള്ള സമയം, അതിൻ്റെ ആ തക്ബീർ ആ കൈകെട്ടലോട് കൂടി തീർന്നു. അതിന് വേറെ സമയത്ത് ചെല്ലരുത്. പിന്നെ വലിയ പെരുന്നാളിൻ്റെ ഒരു തക്ബീറാണ്, അത് എപ്പം മുതൽ? ദുൽഹജ്ജ് മാസം കണ്ടത് മുതൽ ഉളുഹിയ്യത്ത് അറുക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ ആടുമാട് ഒട്ടകങ്ങളെ കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് മാത്രമുള്ളൊരു തക്ബീർ. ഇങ്ങനെ 3 തക്ബീറാണ് വലിയ പെരുന്നാളിനുള്ളത്. ഒന്ന് അറഫൻ്റെ സുബഹി മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അസ്ർ ഉൾപ്പെടെയുള്ള നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള തക്ബീർ. മറ്റൊന്ന് പെരുന്നാൾ മഗ്രിബ് മുതൽ ഇമാമ് തക്ബീർ ചെല്ലുന്നത് വരെ ഏത് സമയത്തുമുള്ള തക്ബീർ. മറ്റൊരു തക്ബീറാണ് ദുൽഹജ്ജ് 1 മുതൽ ഉളുഹിയ്യത്ത് അറുക്കുന്നത് വരെ ഉളുഹിയ്യത്തിൻ്റെ മൃഗങ്ങളെ കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോഴുള്ള തക്ബീർ. ഇങ്ങനെ 3 തക്ബീറാണ് ഉള്ളത്. അത് വിശദമായിട്ട് മഹല്ലിയിൽ പറഞ്ഞിട്ടുണ്ട്, ബാബു സലാത്തുൽ ഈദിൽ. അത് എടുത്തു നോക്കിയാൽ വിശദമായ നിലക്ക് അവിടെ കാണാം.